നമുക്ക് വെറൈറ്റി ആയ ഒരു സോംബി മൂവി കണ്ടാലോ? നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സിനിമ തുടങ്ങുന്നത് വേൾഡ് വൈഡ് ആയിട്ട് ഒരു ന്യൂസ് ചർച്ച ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ്. വളരെ പോപ്പുലറായ ഒരു ഹോട്ടലാണ് റിസോർട്ട്. അവിടെ എന്തൊക്കെയോ അനധികൃതമായി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ബ്രിംസ്റ്റോൺ പ്രോട്ടോകോൾ ആക്ടിവേറ്റ് ചെയ്യാൻ പോവാണ്. അവസാനമായി ഈ പ്രോട്ടോകോൾ നടപ്പിലാക്കിയത് വേൾഡ് വാർ സിയിലാണ്. അന്ന് ഒരു കൂട്ടം സോംബികളും മനുഷ്യരും മരണപ്പെട്ടു. അത് നടന്നത് 10 വർഷം മുന്നെയാണ്. അന്ന് വേറെ ഒരു പ്രതിവിധിയും അവർ കണ്ടില്ല. ബില്യൺ കണക്കിന് ആളുകളുടെ മേലേക്ക് ബോംബിടുകയായിരുന്നു. ബാക്കി വന്ന സോംബികളെ ഒറ്റപ്പെട്ട ഒരു ഐലൻഡിൽ അടച്ചിട്ടു. എന്നിട്ട് ടൂറിസ്റ്റ് സ്പോട്ട് പോലെ ഗസ്റ്റുകൾക്ക് വന്ന് സോംബികളെ കൊല്ലാനുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റി. ഇത് നടപ്പിലാക്കിയത് വാലറിൻ എന്നു പേരുള്ള ഒരു ബിസിനസ് ലേഡിയാണ്. അതുകൂടാതെ അവിടെ ഒരു എയർപോർട്ടും ഹോപ്പ് ഫോർ യു എന്ന ചാരിറ്റി ഗ്രൂപ്പും ഉണ്ടായിരുന്നു. അവിടെയുള്ള റെഫ്യൂജി ക്രൈസിസ് കുറയ്ക്കാനായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഹോപ്പ് ഫോർ യു. ആ റിപ്പോർട്ടർ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പ്ലെയിനുകൾ ആ ഐലൻഡിലെ ലക്ഷ്യമാക്കി പറന്നു പോകുന്നു. ഇനി നമുക്ക് കുറച്ചുനാൾ മുന്നേ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. ഇത് മാലിനി. അന്നുണ്ടായ വാറിൽ അവളുടെ അച്ഛനെ അവൾക്ക് നഷ്ടമായിരുന്നു. ഇതിന്റെയൊക്കെ വേദനയും ആങ്സൈറ്റിയും അവളെ വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്തിരുന്നു. അതുകൊണ്ട് അവളുടെ പാർട്ട്ണറായ ലൂയിസിനോട് റിസോർട്ടിലേക്ക് പോകാമോ എന്ന് അവൾ ചോദിച്ചു. അവിടെ ചെന്ന് കുറച്ച് സോംബികളെ കൊന്നാൽ അവളുടെ മനസ്സിന് സമാധാനം കിട്ടിയാലോ എന്ന് കരുതി അവൻ സമ്മതിച്ചു. അവരങ്ങനെ ആ ഐലൻഡിലേക്ക് യാത്ര തിരിക്കുവാണ്. അവിടേക്ക് പോവാനായി വന്നിരിക്കുന്ന വേറെയും ഒരുപാട് ആളുകളെ അവിടെ കാണാം. ഷിപ്പ് വരുന്നത് വരെ അവരൊരു റൂമിൽ ഇരിക്കുവാണ്. അവിടെയുള്ള ഗ്ലാസ് പാർട്ടീഷന്റെ അപ്പുറത്തായി ഒരു കുട്ടി മാലിനിയെ നോക്കി ചിരിച്ചു. അവളൊരു റെഫ്യൂജിയാണ്. കുട്ടിയെ പെട്ടെന്ന് തന്നെ അതിന്റെ അമ്മ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ആ ലോബിയിലുള്ള കുറച്ച് ആളുകളെ നമുക്ക് പരിചയപ്പെടാം. ഇത് ആൽഫിയും ജാക്കും. രണ്ടാളും വീഡിയോ ഗെയിമേഴ്സ് ആണ്. ഒരു വീഡിയോ ഗെയിം കോമ്പറ്റീഷൻ വിൻ ചെയ്ത് റിസോർട്ടിലേക്കുള്ള ടിക്കറ്റ് കിട്ടി വന്നിരിക്കുവാണ് രണ്ടാളും. ശരിക്കുള്ള സോംബികളെ കൊല്ലാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുവാണ് രണ്ടാളും. അങ്ങനെ ക്യാമറ തിരിയുമ്പോൾ കാണുന്ന പെൺകുട്ടിയാണ് സെയ്ഡി. അവളുടെ ഫിയാൻസി കല്യാണത്തിന് മുന്നേ അവിടേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നുവെന്നും അവസാന നിമിഷം അവൻ തേച്ചിട്ട് പോയി. ടിക്കറ്റാണെങ്കിൽ റീഫണ്ടബിളും അല്ല, അതുകൊണ്ട് റിസോർട്ട് കാണാൻ പോകുവാണെന്ന് അവൾ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. ആർച്ചർ എന്നു പേരുള്ള ഒരു മധ്യവയസ്കനും അവരുടെ കൂടെ പോകുന്നുണ്ട്. അങ്ങനെ അവർ ഒരു ഷിപ്പിൽ കയറി ഐലൻഡിലേക്ക് പോകുവാണ്. അവിടെയുള്ള ഒരു ഗൈഡ് കപ്പിൾസിന് റൂമൊക്കെ കാണിച്ചു കൊടുത്തു. ശേഷം ഒരു ഓറിയന്റേഷൻ ഉള്ള കാര്യം സൂചിപ്പിച്ചു. എങ്ങനെ സോംബികളെ വെടിവെക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു സെക്ഷനാണത്. ലൂയിസിന് വെടിവെച്ച് നല്ല പരിചയമുണ്ടെന്ന് ഈ സീൻ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അവനവൾക്ക് നേരെ വെടിവെക്കാനുള്ള ടിപ്സും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് രാത്രി വാലറിൻ അവിടെ വന്ന ഗസ്റ്റുകളെ മീറ്റ് ചെയ്യാൻ വരുവാണ്. അപ്പോൾ സെയ്ഡി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ശേഷം അവൾ ആരും കാണാതെ കൺട്രോൾ റൂമിലേക്ക് ഒളിച്ചു കയറി. ഇതേ സമയം വാലറിൻ അവിടേക്ക് ഒരു സോംബിയെ കൊണ്ടുവന്നു. വരുന്നവരെ എക്സൈറ്റ് ചെയ്യിക്കാനായി സോംബിയെ കെട്ടിയിട്ട് രണ്ടാളുകൾ പിടിച്ചു വെച്ചു. സോംബി അലറുന്നതെല്ലാം കേട്ട് ഗസ്റ്റുകൾ എല്ലാവരും എക്സൈറ്റഡ് ആയി അലറി വിളിച്ചു. എന്നാൽ നമ്മുടെ കപ്പിളും ആർച്ചറും ഇതെല്ലാം നോക്കി അവിടെ ഇരുന്നതേയുള്ളൂ. ഇതേ സമയം സെയ്ഡി അവിടുത്തെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്ത് കുറച്ച് ഫയൽസ് ഡൗൺലോഡ് ചെയ്തു. സ്റ്റാഫുഡ്ലി എന്ന് എഴുതിയിരിക്കുന്ന ആ റൂമിൽ നിന്ന് സെയ്ഡി ഒരു പെൻഡ്രൈവുമായി ഇറങ്ങി വരുന്നത് ആർച്ചർ ശ്രദ്ധിച്ചു. പുലർച്ചെ അവരെല്ലാവരും റെഡിയായി ജീപ്പിൽ കയറി കാട്ടിലേക്ക് പോകുവാണ്. ആ സമയം സിസ്റ്റം ഫെയിലിയർ കാണിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന എഞ്ചിനീയേഴ്സ് എല്ലാം പെട്ടെന്ന് ടെൻഷനായി. പക്ഷേ നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ അത് ഫിക്സായി. എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ് വാലറിൻ തിരിച്ചവളുടെ ഓഫീസിലേക്ക് പോയി. നമ്മുടെ ടീംസിനെ ടൂർ ഗൈഡ്സ് അവിടെയുള്ള സ്ഥലങ്ങളെല്ലാം കാണിച്ചു കൊണ്ടു പോകുവാണ്. ഉയരം കൂടിയ പാറയുടെ മുകളിൽ നിന്ന് കുറച്ചാളുകൾ സോംബികളെ വെടിവെക്കുന്നു. വേറെ കുറച്ചാളുകൾ ചങ്ങലക്കിട്ട സോംബികളെ ഷൂട്ട് ചെയ്യുന്നു. നമ്മുടെ ടീം ഉയരമുള്ള ഒരു സ്ഥലത്തെത്തി. താഴെ ഡസൻ കണക്കിന് സോംബികളാണ് നിൽക്കുന്നത്. ഇത് കണ്ടപാട് ജാക്കും ആൽഫയും അവരെ വെടിവെക്കാൻ തുടങ്ങി. എന്നാൽ ഗെയിം കളിക്കും പോലെ അവർക്കത്ര നിസ്സാരമായി ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. സെയ്ഡി ഇതൊക്കെ കണ്ട് നിന്നതല്ലാതെ തോക്ക് കൈകൊണ്ട് പോലും എടുത്തില്ല. ലൂയിസ് ഒരു സോംബിയെ കൊന്നിട്ട് മാലിനിയോട് ഇനി നീ ട്രൈ ചെയ്യ്, നിന്നെ കൊണ്ട് പറ്റും എന്നൊക്കെ പറഞ്ഞു. മാലിനി തോക്കെടുത്ത് ഉന്നം വെച്ചതും ആ സോംബി അവളുടെ നേർക്ക് നോക്കി. ഇത് കണ്ടവൾക്ക് വെടിവെക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആർച്ചർ സോംബികളെ കൊല്ലാൻ തുടങ്ങി. വൈകുന്നേരമായപ്പോഴേക്കും ടൂർ ഗൈഡ് അവരെ സേഫ് ആയിട്ടുള്ള ടെന്റ് ഒക്കെ അടിച്ച സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു.
ഇത്രയും പൈസ കൊടുത്തിട്ട് ഇവിടെ എത്തിയിട്ട് അവറ്റകളെ വെടിവെക്കാൻ പോലും പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത് മാലിനി ഡെസ്പാകുവാണ്. എന്തായാലും വന്നു, നീ ബാക്കിയൊക്കെ മറന്ന് എൻജോയ് ചെയ്, നമുക്ക് നാളെ ഒന്നുകൂടെ ട്രൈ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ലൂയിസ് അവളെ സമാധാനപ്പെടുത്തി. ജാക്കും ആൽഫിയും കൂടി ചെയ്തിയെ പരിചയപ്പെടുത്താനായി ചെന്നെങ്കിലും അവൾ അധികം ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കാതെ മാറി നടന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് വാലറിനോട് എഞ്ചിനീയേഴ്സ് സിസ്റ്റം ഫെയിലിയർ എങ്ങനെയുണ്ടായി എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. പുറത്തുനിന്നുള്ള ആരോ അൺഓതറൈസ്ഡ് ആയി ഓഫീസിൽ കയറി കൂടി സിസ്റ്റം ഹാക്ക് ചെയ്തതാകണം എന്നവർ അവളോട് പറഞ്ഞുകൊണ്ടിരിക്കെ സിസ്റ്റം വീണ്ടും ഫെയിലാവുന്നു. സിസ്റ്റം ഫെയിലായാൽ സോംബികളെ തടഞ്ഞു നിർത്തുന്ന ഫെൻസ് ഡൗൺ ആവുകയും കെട്ടിയിട്ട സോംബികളുടെ ചങ്ങല മാറുകയും ചെയ്യും. അവർ പെട്ടെന്ന് തന്നെ എല്ലാം പഴയ പോലെയാക്കി. എന്നാൽ നിമിഷങ്ങൾക്കകം തന്നെ സിസ്റ്റം മൊത്തത്തിൽ തകരുന്നു. അവരെന്തൊക്കെ ചെയ്തിട്ടും അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കൺട്രോൾസ് എല്ലാം നഷ്ടമായി. സോംബികളുടെ ചങ്ങലകൾ അൺലോക്കായി. മുന്നിൽ കണ്ട മനുഷ്യർക്ക് നേരെ സോംബികൾ പാഞ്ഞെടുത്തു. ജീപ്പ് ഓപ്പറേറ്റ് ചെയ്യാനായാലും സിസ്റ്റം വേണം. അതുകൊണ്ട് തന്നെ അവരവിടെ കുടുങ്ങിപ്പോകുന്നു. റിസോർട്ടിലേക്ക് സോംബികൾ ഓടിക്കയറി അവിടെയുള്ള സ്റ്റാഫുകളെ കടിക്കാൻ തുടങ്ങി. കൺട്രോൾ റൂമിലേക്ക് വന്ന സോംബികൾ അവിടെ ഉണ്ടായിരുന്നവരെയെല്ലാം ആക്രമിച്ചു. വാലറിൻ ഓടി ഒരു ഓഫീസിന്റെ ഉള്ളിൽ കയറി. ഒരു സ്റ്റാഫ് അവളുടെ കൂടെ കയറാൻ ശ്രമിച്ചെങ്കിലും അവൾ അവനെ കയറാൻ സമ്മതിക്കാതെ ഡോറടച്ചു. പുറത്തെ കാട്ടിനുള്ളിൽ ഉണ്ടായിരുന്നവർ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. മാലിന്യയും സെയ്ഡിയും ഉറക്കം കിട്ടാത്തത് കൊണ്ട് തന്നെ കാറിന്റെ മുകളിലിരുന്ന് സംസാരിക്കുവാണ്. തന്റെ അച്ഛനെ സോംബികൾ കടിച്ചത് കൊണ്ട് അച്ഛനും സോംബിയായി മാറി. അതുകൊണ്ടാണ് തനിക്ക് സോംബികളെ ഇഷ്ടമല്ലാത്തതെന്ന് മാലിനി പറഞ്ഞു. സെയ്ഡിയും അതൊക്കെ കേട്ടിരുന്നു. ഒരു വിനോദം പോലെ സോംബികളെ കൊല്ലുവാണെങ്കിൽ ഇവരൊക്കെ മനുഷ്യരെയും കൊല്ലുമല്ലോ എന്ന് സെയ്ഡിയും പറഞ്ഞു. അപ്പോഴാണ് തങ്ങൾക്ക് നേരെ നടന്നു വരുന്ന ഒരു സോംബിയെ അവർ കാണുന്നത്. മാലിനി ഉടനെ തന്നെ എല്ലാവരെയും വിളിച്ചുണർത്തി. മാലിനി സെയ്ദിയോട് സോംബിയെ വെടിവെക്കാൻ പറയുന്നുണ്ടെങ്കിലും സെയ്ദിക്ക് അതിന് പറ്റുന്നില്ല. ഭാഗ്യത്തിന് ആ സമയം തന്നെ ആർച്ചർ സോംബിയെ കൊന്നു. ഫെൻസുകൾ സോംബികളെ തടഞ്ഞു നിർത്തുന്നതാണ്. ഇങ്ങോട്ടേക്ക് അവറ്റകൾ വരേണ്ടതല്ല എന്ന് പറഞ്ഞ് ടൂർ ഗൈഡ് വണ്ടിയിലെ ലൈറ്റിട്ട് ചുറ്റും നോക്കി. അപ്പോഴുണ്ട് ഒരു കൂട്ടം സോംബികൾ അവർക്ക് നേരെ നടന്നെടുക്കുന്നു. സെയ്ദിയും മാലിനിയും ഓടി ഒരു ടെന്റിന്റെ പുറകിൽ ചെന്നിരുന്നു. ബാക്കിയുള്ളവർ വെടിവെക്കാൻ തുടങ്ങി. ടൂർ ഗൈഡ് സഹായത്തിനായി കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു. എന്നാൽ ബ്രെയിൻ സ്റ്റോം പ്രോട്ടോകോൾ ആക്ടിവേറ്റ് ആയി എന്ന മറുപടിയാണ് അവന് കിട്ടിയത്. കുറച്ച് മണിക്കൂറുകൾക്കകം തന്നെ റിസോർട്ട് മുഴുവനായി കത്തിച്ചാമ്പലാവും. മാലിനി ആർച്ചറിന് കൊടുക്കാനായി ഗൺ മാഗസീൻ എടുക്കാനായി പോയതും ഒരു സോംബി അവളുടെ മേൽ ചാടി വീണു. സെയ്ഡിയുടെ പെട്ടെന്നുള്ള ഇടപെടൽ കാരണം അവൾ രക്ഷപ്പെട്ടു. അവർ ഓരോരുത്തരായി കാറിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി. നിർഭാഗ്യവെച്ചാൽ ആൽഫിയെ ഒരു സോംബി കടിക്കുവാണ്. അതുകൊണ്ട് ലൂയിസ് അവനെയും വെടിവെച്ചു. നിമിഷങ്ങൾക്കകം തന്നെ അവരുടെ ചുറ്റുമുണ്ടായിരുന്ന സോംബികളെയെല്ലാം അവർ കൊന്നു. രാവിലെ ആയപ്പോൾ ടൂർ ഗൈഡ് ബ്രെയിൻ സ്റ്റോം പ്രോട്ടോകോളിനെ പറ്റി പറഞ്ഞു. കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ പടരാതിരിക്കാനായി ഐലൻഡ് മൊത്തത്തിൽ തീയിടും. ഇതിനുള്ളിൽ ഒരു കപ്പൽ പുറപ്പെടും. സമയത്തിനെത്തിയാൽ എല്ലാവർക്കും അവിടെ നിന്ന് രക്ഷപ്പെടാം. അതുകൊണ്ട് അവരെല്ലാം കൂടെ ഡോക്കിലേക്ക് നടന്നു. ആർച്ചറാണ് മുന്നേ നടന്നത്. കാട്ടിലൂടെ നടക്കവേ പെട്ടെന്ന് ഒരു സോംബി അവർക്കരികിലേക്ക് വന്നു. ജാക്കിനെ ലക്ഷ്യം വെച്ച് വന്ന സോംബിയെ ടൂർ ഗൈഡ് വെടിവെച്ചിട്ടു. അവർ നടന്ന് ഒരു ഫെൻസിന്റെ അടുത്തെത്തി. ഒരു ജീപ്പ് അതിലിടിച്ചുണ്ടായ ചെറിയ സ്പേസ് വഴി അവരപ്പുറത്ത് കടക്കാൻ ശ്രമിക്കവേ സോംബികൾ അവരുടെ അടുത്തേക്ക് വന്നു. കാറിലുണ്ടായിരുന്ന ഒരു സോംബി മാലിനിയെ കടിക്കാനായി ചെന്നു. എന്നാൽ ഇത്തവണയും സെയ്ദി അവളെ രക്ഷിച്ചു. അവരങ്ങനെ മറുപുറമെത്തി. എന്നാൽ പെട്ടെന്നൊരു സോംബി വന്ന് ടൂർ ഗൈഡിനെ കടിച്ചു. മാലിനി അവനോട് സമാധാനപ്പെട്, നിനക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ ലൂയിസ് അവന്റെ തലയ്ക്ക് വെടിവെച്ചു. ഇത് കണ്ട് മാലിനിക്ക് ഭയങ്കര ദേഷ്യ സങ്കടവും തോന്നി. കുറച്ചു ദൂരം കൂടെ നടന്നതും അവർ ആ ബിൽഡിംഗ് കണ്ടു. ആർച്ചർ അപ്പോൾ സെയ്ഡിക്ക് നേരെ തിരിഞ്ഞു നിന്നു. അന്ന് സെക്യൂരിറ്റി റൂമിൽ നീ എന്തിനു കയറി എന്ന് പറഞ്ഞില്ലേ, അവളെ അവിടെ ഉപേക്ഷിച്ച് ഞങ്ങൾ പോകും എന്ന് ആർച്ചർ ഭീഷണിപ്പെടുത്തി. വേറെ വഴിയില്ലാതെ സെയ്ദി സത്യം പറഞ്ഞു. റിസോർട്ടിൽ നടക്കുന്ന സംഭവങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന സംഘടനയിലെ ഒരു മെമ്പറാണവൾ. റിസോർട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പുറം ലോകം അറിയാനായി അവിടുത്തെ ഫയൽസ് ഡൗൺലോഡ് ആക്കാനാണ് അവൾ ഇവിടെ വന്നത്. ഇതെല്ലാം അവളൊരു പെൻഡ്രൈവിൽ സൂക്ഷിച്ചിരുന്നു. ഇതെല്ലാം കേട്ട് ജാക്ക് പൊട്ടിത്തെറിച്ചു. നീ എന്താ മണ്ടിയാണോ? നീ ഫയൽസ് ഡൗൺലോഡ് ആക്കിയപ്പോൾ വൈറസും കൂടി കമ്പ്യൂട്ടറിലേക്ക് കയറി. നീ കാരണമാണ് ഇത്രയും ആളുകൾ മരിച്ചത് എന്ന് പറഞ്ഞ് ജാക്ക് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോയി. എന്നാൽ സെയ്ഡി ആ ഫയൽസ് ഡൗൺലോഡ് ചെയ്യണമെന്ന ഉദ്ദേശത്തിലാണ് ചെന്നത്. വൈറസ് അവർ വെക്കുമെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. അവരവളെ ഈ റിസോർട്ട് നശിപ്പിക്കാനായി ഉപയോഗിക്കുകയായിരുന്നു. അവൾ എല്ലാവരോടും സോറി പറഞ്ഞു. എന്നാൽ അവരെല്ലാം ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോയി. മാലിനി മാത്രം നീ ചെയ്തത് തെറ്റാണ്, പക്ഷേ നിന്നെ ഒറ്റയ്ക്കാക്കില്ല എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തി.
മുമ്പേ സോംബികളെ ചങ്ങലക്കിട്ട സ്ഥലത്തേക്ക് അവരെത്തി. ഒരു കൂട്ടം സോംബികൾ അപ്പോൾ അവിടേക്ക് നടന്നു വരുന്നത് അവർ കാണുന്നു. ഇത് കണ്ട് അവർ ബിൽഡിങ്ങിൽ കയറി ഒളിച്ചു നിന്നു. രക്ഷപ്പെടുന്നതിനിടയിൽ അവർ 2 ഗ്രൂപ്പായി സ്പ്ലിറ്റായി പോയി. സെയ്ദിയും ജാക്കും മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകുന്ന വഴി സെയ്ദിക്ക് ഒരു സോംബിയിൽ നിന്ന് കടിയേൽക്കുവാണ്. അവൾ ആ പെൺഡ്രൈവ് ജാക്കിനെ ഏൽപ്പിച്ച് ഓടാൻ പറഞ്ഞു. ശേഷം സ്വന്തം വിധിക്ക് മുന്നിൽ നിന്നുകൊടുത്തു. ജാക്ക് അവരുടെ അടുത്ത് ഓടിയെത്തി. ശേഷം അവിടെ കണ്ട വേലിയടച്ചിട്ട് അവർ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കയറി. അവർ അതുവഴി ഒരു ഡോറിന്റെ അടുത്തെത്തിയെങ്കിലും അത് ലോക്കായിരുന്നു. മുകളിൽ നിന്ന് ഒരു കൂട്ടം സോംബികളുടെ അലർച്ച കേട്ട് അവർ വേറൊരു വഴി പോയി. വളരെ ചൂടുള്ള ഒരു ഇടുങ്ങിയ വഴി താണ്ടി അവരെത്തപ്പെട്ടത് ഒരു ഡോറിന്റെ മുന്നിലാണ്. അതുവഴി അവർ ഉള്ളിലേക്ക് കയറി. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മുകളിൽ നിന്ന് ഒരു സോംബി താഴേക്ക് വീണു. അത് നേരെ ചെന്ന് ജാക്കിനെ കടിച്ചു. ആർച്ചർ ഉടനെ തന്നെ അവരെ 2 ആളെയും ഷൂട്ട് ചെയ്തു. അവരടുത്ത ഡോർ തുറന്നപ്പോൾ അവിടെ കുറെ റെഫ്യൂജി ക്യാമ്പ് കണ്ടു. നമ്മൾ തുടക്കത്തിൽ കണ്ട റെഫ്യൂജീസിനെയെല്ലാം അവർ ഇവിടെ കൊണ്ടുവന്ന് സോംബികളാക്കി മാറ്റുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഐലൻഡിൽ സോംബികളെ എത്ര കൊന്നാലും വീണ്ടും അവിടെ ഗസ്റ്റുകൾക്ക് വേട്ടയാടാനായി സോംബികൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് അവിടെ നമ്മൾ ആദ്യം കണ്ട കുട്ടി വരുന്നത്. അവളും സോംബിയായി മാറിയിരിക്കുന്നു. അവൾ അവരെ കണ്ട് അലറിയതും ഇത് കേട്ട് ടെന്റിലിരുന്ന ബാക്കി സോംബികളും അങ്ങോട്ടേക്ക് വന്നു. അവർ തിരിച്ചോടി 2 ഡോറുകളുടെ ഇടയ്ക്കുള്ള ഇടുക്കിൽ നിന്നു. ആർച്ചർ ഒരു ഡോറും മറ്റവർ 2 ആളും മറ്റേ ഡോറും അടച്ചു പിടിച്ചു. 2 സൈഡിൽ നിന്നും സോംബികൾ അവരെ അറ്റാക്ക് ചെയ്യാനായി വന്നുകൊണ്ടിരുന്നു. മാലിനി ആ ഡോർ അടച്ചിട്ട് ആർച്ചറിനെ ഹെൽപ്പ് ചെയ്യാനായി പോയി. അവൾ ലൂയിസിനെ കൂടി സഹായിക്കാനായി വിളിച്ചു. എന്നാൽ അവൻ അവിടെ ഉണ്ടായിരുന്ന ചങ്ങലയിൽ കയറി മുകളിലെ നിലയിലേക്ക് പോയി. ആർച്ചർ മാലിനിയോട് അവന്റെ പുറകെ പോവാൻ പറഞ്ഞു. ആദ്യം അവൾ അതിന് തയ്യാറായില്ല. എന്നാൽ ആർച്ചറിന്റെ നിർബന്ധം കൊണ്ട് അവൾ മുകളിലേക്ക് കയറി. ആർച്ചർ അവളുടെ കൂടെ പോവാതെ നേരെ വരുന്ന സോംബികളുടെ ഇടയിലൂടെ ഓടുകയാണ്. അവൾ ആ ഇരുണ്ട വഴിയിലൂടെ ഓടി. അവിടെ കുറെ സോംബികളെ തൂക്കിയിട്ടിരിക്കുന്നതും നമുക്ക് കാണാം. മാലിനി സെക്യൂരിറ്റി ഏരിയ കടന്ന് ലൂയിസിന്റെ അടുത്തെത്തി. അവന്റെ കയ്യിൽ സോംബി കടിച്ചിരിക്കുന്നു. മാലിനി തന്റെ കയ്യിലിരുന്ന തോക്ക് അവന് കൊടുത്തു. അവൾക്ക് അവനെ കൊല്ലാനുള്ള മനക്കെട്ടി ഉണ്ടായിരുന്നില്ല. അവൻ സ്വയം ജീവനൊടുക്കി. മാലിനി കൺട്രോൾ റൂമിലേക്ക് ഓടി. അപ്പോഴവളെ വാലറിൻ പിടിച്ച് ഓഫീസിനുള്ളിലേക്ക് വലിച്ചിട്ടു. പുറത്തുള്ള സോംബികൾക്കിടയിൽ കൂടെ പോയാൽ പുറത്തെത്താമെന്നും അതുകൊണ്ട് ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കണമെന്നും അവർ മാലിനിയോട് പറഞ്ഞു. എന്നാൽ മാലിനി ആ റെഫ്യൂജിനോട് ചെയ്ത ക്രൂരത വെച്ച് നോക്കുമ്പോൾ പുറത്തുള്ള സോംബികളെക്കാൾ ക്രൂര നീയാണെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. എന്നാൽ അതൊന്നും മൈൻഡാക്കാതെ വാലറിൻ മാലിനിയുടെ തോക്ക് പിടിച്ചു വാങ്ങാനായി ചെന്നു. എന്നാൽ അപ്പോഴേക്ക് ആ സോംബികൾ ഉള്ളിലേക്ക് കടന്നു കയറി. അവർ നേരെ വാലറിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഈ ഗ്യാപ്പിൽ മാലിനി സോംബികളെ തള്ളി മാറ്റി റിസോർട്ടിൽ നിന്ന് ഇറങ്ങോടി. അവളുടെ പുറകെ ഒരു കൂട്ടം സോംബികൾ ഓടി. അവൾ എങ്ങനെയോ സോംബികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കടലിലേക്ക് ചാടി. 3 ആഴ്ച കഴിഞ്ഞ് റിസോർട്ടിലെ രഹസ്യങ്ങൾ മാലിനി മീഡിയയ്ക്ക് കൈമാറി. ഈ വിവരങ്ങളൊക്കെ ന്യൂസിൽ കാണിക്കുന്നത് നമ്മുടെ ആർച്ചർ ഇരുന്ന് കാണുവാണ്. പുള്ളി എങ്ങനെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. മാലിനി അവളുടെ ഐഡന്റിറ്റി മീഡിയ വഴി പുറത്താക്കിയില്ല. സോംബി ഔട്ട്ബ്രേക്ക് കഴിഞ്ഞതോടെ മനുഷ്യരുടെ ഹ്യൂമാനിറ്റി നഷ്ടമായി എന്നവൾ പറഞ്ഞു. സിനിമയുടെ അവസാന ഭാഗത്ത് ആദ്യം നമ്മൾ കണ്ട റിപ്പോർട്ടർ ഇതൊക്കെ ലൈവായി പറയുന്നത് കാണാം. പിന്നീട് അവിടേക്ക് ഒരു കൂട്ടം സോംബികൾ ഓടുന്നത് കാണിച്ചുകൊണ്ട് മൂവി അവസാനിക്കുവാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് to M Shorts for more videos.